അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി നമുക്കൊരു അടിപൊളി ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഇന്നത്തെ സൂപ്പർ സ്റ്റാറിനെ നമുക്ക് റെഡിയാക്കിയെടുക്കാം. പിന്നെ നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോൾ മിക്കപ്പോഴും സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ തന്നെയാണ് കേട്ടോ എടുക്കുക. ആ സ്കിന്നോട് കൂടി ആക്കുമ്പോഴാണ് അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് വരുന്നത്. ഇത് ഉണ്ടാക്കാനാകെ 10 മിനിറ്റിൻ്റെ പണിയേ ഉള്ളൂ. ബാക്കി പണിയൊക്കെ എയർ ഫ്രയർ ചെയ്തോളും. ബട്ട് ഇതിൻ്റെ റിസൾട്ട് അത് അടിപൊളിയാണ്. ഇനി നമുക്ക് മേല് മുഴുവൻ വരയണം. എവിടെയൊക്കെ വരയിടാൻ പറ്റുമോ അവിടെയൊക്കെ നല്ലോണം വരയുക. എന്നാലേ മാക്സിമം മസാല നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും നമ്മളിതിനെ പീഡിപ്പിച്ച് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ മസാല റെഡിയാക്കാം. ഇനി അതിനായിട്ട് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, കശ്മീരി ചില്ലി പൗഡർ, സാധാരണ ചില്ലി പൗഡർ, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക്, ഉപ്പ്, ചെറുനാരങ്ങേൻ്റെ നീര്, പിന്നെ കുറച്ച് ഒലീവ് ഓയിൽ. ഇതൊക്കെ കൂടിയെടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് വേറെ അഡീഷണൽ വെള്ളമൊന്നും വേണ്ട. അതിലുള്ള ചെറുനാരങ്ങേൻ്റെ നീരും ഒലീവ് ഓയിലും പിന്നെ ആ ചിക്കൻ കട്ട് ചെയ്ത അതിൻ്റെ ഉള്ള ചിക്കൻ്റെ അടിയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. ആ വെള്ളമൊക്കെ തന്നെ ധാരാളമാണ് ഈ മസാല അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാൻ. ഇതിപ്പോൾ ഒരു നോർമൽ ഗ്രിൽ ചിക്കൻ്റെ ഫ്ലേവറാണ്. ബൈ ചാൻസ് നിങ്ങൾക്കിപ്പോൾ നല്ല സ്പൈസി ആയിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ചുകൂടി മുളക് പൊടിയും കശ്മീരി ചില്ലി പൗഡറും മല്ലിപ്പൊടി, കുരുമുളക്, ഗരം മസാല കുറച്ച് അഡീഷണൽ എക്സ്ട്രാ ആഡ് ചെയ്താൽ മതി. ഇനി നമുക്കിതിൻ്റെ ഉൾഭാഗത്ത് നല്ല ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് സാധനങ്ങൾ കുത്തി നിറയ്ക്കാനുണ്ട്. അതിനാദ്യം നമുക്കൊരു വെളുത്തുള്ളി എടുക്കാം. വെളുത്തുള്ളി അല്ലി ഇരിഞ്ഞ് അങ്ങനെയൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേപോലെ നടുവിലൂടെ ഒന്ന് സ്ലൈസ് ചെയ്ത് കൊടുത്ത് അത് അങ്ങനെ തന്നെ വിത്ത് തൊലി അങ്ങനെ തന്നെ നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഇഞ്ചി ഒന്ന് തൊലി കളഞ്ഞ് വൃത്തിയാക്കി വലിയ കഷ്ണമായിട്ട് തന്നെ അങ്ങനെ തന്നെ നേരെ ഇൻസേർട്ട് ചെയ്യാം. ഞാൻ പിന്നെ അത് ചെറുതാക്കി 2 പീസ് ആക്കിയെന്ന് മാത്രം. അതിൽ കയറ്റാനുള്ള സ്ഥലം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതേപോലെ ഒരു തക്കാളി ഹാഫായി കട്ട് ചെയ്ത് അതും നേരെ അങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യാം. പിന്നെ മല്ലിയില, പുതിനയില ഇത് രണ്ടും കൂടി നിങ്ങളെ ഒരു കൈപ്പിടിയിൽ എത്ര കൊള്ളുന്നോ അത്രയും എടുത്ത് ആ പ്ലേറ്റിലെ മസാലയൊക്കെ അതിലൊന്ന് മിക്സാക്കി നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുക. അപ്പോൾ ഇനി പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം.
പിന്നെ ആവശ്യത്തിന് എരിവുള്ള പച്ചമുളക്. എൻ്റെ കയ്യിലുള്ള പച്ചമുളക് നല്ല എരിവുള്ളതുകൊണ്ട് തന്നെ ഞാൻ ആകെ 3 പച്ചമുളക് ഇൻസേർട്ട് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് ആവശ്യത്തിന് പച്ചമുളകും ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ അടച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇപ്പോൾ രാത്രിത്തേക്കാണ് ഈ ചിക്കൻ ആക്കുന്നതെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഉച്ചയ്ക്കെങ്കിലും ഇത് മാരിനേറ്റ് ചെയ്ത് ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 3 മണിക്കൂറെങ്കിലും ഈ മസാല പിടിച്ചാലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. മിനിമം 3 hours മസാല പിടിക്കണം. എത്ര നേരം അധികം മസാല പിടിക്കുന്നോ അത്രയും ഫ്ലേവർ ഉള്ളിലേക്ക് കിടക്കും. ഞാനിപ്പോൾ രാത്രി ഡിന്നറിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു 11 o'clock 12 o'clock ആകുമ്പോഴാണ് ഞാനിത് റെഡിയാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇതാ രാത്രി 7 മണിയായിട്ടുണ്ട്. 8 മണിക്കാണ് ഡിന്നർ സെർവ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ്റെ ബാക്കി പരിപാടികൾ നമുക്ക് നോക്കാം. അപ്പോൾ ചിക്കനിലേക്കും അതേപോലെ നമ്മളുടെ എയർ ഫ്രയറിലേക്കും നമുക്ക് കുറച്ച് ഒലീവ് ഓയിൽ സ്പ്രെഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ എയർ ഫ്രയറിലേക്ക് ഇൻസേർട്ട് ചെയ്ത് അത് ഗ്രില്ലിംഗ് മോഡിലിട്ട് 180 ഡിഗ്രി 15 മിനിറ്റിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. ഗ്രില്ലിംഗ് എയർ ഫ്രയറിൻ്റെ മുകളിൽ 200 ഡിഗ്രി കണ്ട് ആരും കൺഫ്യൂസ്ഡ് ആവണ്ട. അത് ഡിഫോൾട്ട് വാല്യൂ ആണ്. ഞാൻ സെറ്റ് ചെയ്യുന്ന വാല്യൂ അതിൻ്റെ താഴെയാണ് വരിക. അപ്പോൾ അതാ 15 മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മൾ ചിക്കൻ എന്തായി നോക്കാം. നമ്മൾ ചിക്കൻ്റെ ഒരു സൈഡ് മുഴുവൻ ഗ്രില്ലായിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ്റെ ഈ സൈഡിലും കുറച്ച് ഒലീവ് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. എയർ ഫ്രയർ ഇനി ഗ്രില്ലിംഗ് മോഡിലേക്ക് ആക്കുക. 180 ഡിഗ്രി സെറ്റ് ചെയ്യുക. എന്നിട്ട് 20 മിനിറ്റ്സിലേക്ക് വയ്ക്കുക. നേരത്തെ നമ്മൾ 15 മിനിറ്റായിരുന്നു വെച്ചത്. ഇനി നമ്മൾ 20 മിനിറ്റ്സിലേക്കാണ് വെക്കുന്നത്. അപ്പോൾ അതാ നമ്മൾ 20 മിനിറ്റ്സും കഴിഞ്ഞു. ഇനി നമുക്ക് ചിക്കൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. നമ്മളെ ചിക്കൻ എന്താ ഫുൾ സെറ്റായിട്ട് നല്ല ഗ്രില്ലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് നല്ല ചൂടോടെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ചിക്കൻ എത്രത്തോളം സോഫ്റ്റാണെന്ന് നിങ്ങൾക്ക് അതായത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ആ ലെഗ് നമ്മളിങ്ങനെ വലിച്ചപ്പോൾ തന്നെ ആ ഇറച്ചി ഇങ്ങനെ ഇത്ര നീറ്റായിട്ടാണ് കട്ട് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഉള്ളിലും പിന്നെ ഫുൾ മസാലാസ് ഉണ്ട്. ബിക്കോസ് നമ്മളുടെ സ്റ്റഫ് ചെയ്ത് വെച്ച സാധനങ്ങളുള്ളതുകൊണ്ട് അതിന് നല്ല ഫ്ലേവറാണ്. അപ്പോൾ അതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.